ഹായ് വെൽക്കം ടു മാഡ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനേഷനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് 126/2023 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷൻ ആയിരിക്കും തരുന്ന ചോദ്യം അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിലെ അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കോളം 1 ദശാംശ സംഖ്യകളും കോളം 2 ഭിന്നസംഖ്യകളും നൽകിയിരിക്കുന്നു. അതായത് ഒരു സൈഡിൽ ഡെസിമൽ നമ്പേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻസും ആണ് നൽകിയിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ കിട്ടുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സും അതുപോലെ ഫ്രാക്ഷൻസുമാണ് തന്നിരിക്കുന്നത്. സോ ഇത് തമ്മിൽ ഏതൊക്കെയാണ് പരസ്പരം ഈക്വൽ ആവുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്നതിനേക്കാൾ എളുപ്പം ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുന്നതാണ്. അതായത് ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യകളാക്കുന്നതാണ് ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കുന്നതിനേക്കാൾ എളുപ്പം. സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ആദ്യം തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ നോക്കിയാൽ 1/625. ഏതൊരു ഫ്രാക്ഷൻ തന്നാലും ആ ഫ്രാക്ഷനെ ദശാംശ സംഖ്യകളാക്കി മാറ്റാനായിട്ട് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ 10ന്റെ പവറുകളാക്കാനായിട്ട് നോക്കാം. അതായത് 10, 100, 1000, 10000 അങ്ങനെ പവറുകളാക്കാനായിട്ട് നോക്കാം. അപ്പൊ അങ്ങനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ 625 എന്ന് പറയുന്നത് 1/25 × 25, കാരണം 25 × 25 ആണ് 625. ഇവിടെ എങ്ങനെയെങ്കിലും 10ന്റെ പവർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. ഈ 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. അതായത് നത്തിങ് ബട്ട് 625നെ 16 കൊണ്ട് ഗുണിച്ചാൽ 10ന്റെ പവർ കിട്ടും. സോ ഫ്രാക്ഷന്റെ വാല്യൂ ചേഞ്ച് ആവാതിരിക്കണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 16 ഡിവൈഡ് ബൈ 25 × 4 എന്ന് പറയുമ്പോൾ 100, ദെൻ എഗെയിൻ 25 × 4 എന്ന് പറയുമ്പോൾ 100, 100 × 100 അപ്പൊ എന്ത് വരും? 10,000 എന്ന് വരും. സോ നമ്മളിവിടെ നോക്കി, ഇനി നമുക്ക് ഇതിനെ ദശാംശ സംഖ്യകളാക്കി മാറ്റാം. അപ്പൊ 4 പൂജ്യമുണ്ട്. സോ 4 ഡെസിമൽ പ്ലേസ് വേണം. 1, 2, 3, 4. അപ്പൊ 4 ഡെസിമൽ പ്ലേസ് ആയി. 0.0016. സോ ഏതുണ്ട്? ഓപ്ഷൻ നമ്പർ 3 ഉണ്ട്. സോ എന്താണ്? ഓപ്ഷൻ നമ്പർ 3യുടെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണെന്ന് കിട്ടി. സോ നമുക്ക് ഒന്നാമത്തെ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ? 3 എന്ന് പറയുന്നത് 5 ആണെന്ന് കണ്ടുപിടിച്ചു. ആദ്യം തന്നെ നമുക്ക് ആൻസർ എടുക്കാം. കാരണം എന്താണ്? ഓപ്ഷൻ ഡിയിൽ മാത്രമേ അത് തന്നിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഓപ്ഷൻ ഡി ആണ് അതിനകത്ത് ആൻസർ. അത് നമുക്ക് കിട്ടി. രണ്ടാമത് നോക്കിയ 1/50. നമുക്കറിയാം 50നെ 10ന്റെ പവർ ആക്കണമെങ്കിൽ 50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/100 എന്ന് കിട്ടും. അതായത് 0.02 എന്ന് കിട്ടും. 0.02 എന്ന് കിട്ടും. സോ പക്ഷെ ഓപ്ഷൻസിൽ ഒന്നുമില്ല. സോ രണ്ടാമത്തേത് ഒന്നും ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. അടുത്തത് 1/40. 1/40 വരുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സോ 25 × 4 100 കറക്റ്റാ. 25 × 4 100. അങ്ങനെയാണെങ്കിൽ 25 × 40 എന്തായിരിക്കും? 1000 ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 40 × 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. 3 പൂജ്യമുണ്ട്. സോ 3 ഡെസിമൽ പ്ലേസ്. 5, 2, 1 0, 3 0.025 എന്ന് കിട്ടി. ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 4 ഉണ്ട്. സോ 4 ഏതാണ്? 4 ഈസ് കറസ്പോണ്ടിങ് ടു 7. 4 എന്ന് പറയുന്നത് 7 ആണെന്ന് മനസ്സിലായി. നോക്കിക്കേ, എവിടെയാണ് വന്നിരിക്കുന്നത്? 4 ഈസ് കറസ്പോണ്ടിങ് ടു 7. എവിടെയാണ്? ഓപ്ഷൻ ഡിയിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ വിഷയങ്ങളൊന്നുമില്ല. അടുത്തത് 1/64. 1/64 ഇതിന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. 64നെ 8 × 8 എന്ന് എഴുതാം. കറക്റ്റാ? അല്ലെങ്കിൽ 64നെ 1/4 × 4 × 4 എന്ന് എഴുതാം. കാരണം 4 × 4 × 4 4 × 4 16, 16 × 4 64. നമുക്കറിയാം ഓരോ 4നെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. കറക്റ്റാ? അങ്ങനെയാണ് എങ്കിൽ 3 പ്രാവശ്യം 25 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 × 25 × 25 ഡിവൈഡ് ബൈ 25 × 4 100 വരും. 25 × 4 100 വരും. 25 × 4 100 വരും. അപ്പൊ മൊത്തം എത്ര വന്നു? മൊത്തം
6 പൂജ്യം വരും. മൊത്തം 6 പൂജ്യം വരും. കറക്റ്റാ? അങ്ങനെയാണ് 25 ഇൻറ്റു 25 ഇൻറ്റു 25. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 15625 ഡിവൈഡഡ് ബൈ 6 പൂജ്യം. അപ്പൊ എത്രയാണ്? 6 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? 1, 2, 3, 4, 5, ആറാമതൊരു ഡെസിമൽ പ്ലേസ് ഇത്. ക്ലിയറാ? സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസർ ആയിട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. എത്രാമത്തേതിന്റെ? 8ാമത്തേന്റെ. സോ 8 കറസ്പോണ്ടിങ് ടു 1, അല്ലെങ്കിൽ 1 കറസ്പോണ്ടിങ് ടു 8. കറക്റ്റ്, ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ 1/32. അപ്പുറത്തെ പേജിൽ ചെയ്ത് നോക്കാം. 1/32. 32വിനെ നമുക്ക് 4 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് എഴുതാം. കാരണം 4 16, 16 2 32. 4നെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2നെ 10 ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്തൊക്കെ വന്നു മൾട്ടിപ്ലിക്കേഷൻ? 25 ഇൻറ്റു 25 ഇൻറ്റു 5 എന്ന് വന്നു. ഡിവൈഡ് ബൈ 25 4 100, 25 4 100, i2 10. അപ്പൊ മൊത്തം എത്ര പൂജ്യം വന്നു? 5 പൂജ്യം വന്നു. നമുക്ക് 5 പൂജ്യം വന്നു. സോ 25 ഇൻറ്റു 5 625, 625 ഇൻറ്റു 5 3125 ഡിവൈഡഡ് ബൈ 5 പൂജ്യം. സോ എന്താ? 5 ഡെസിമൽ പ്ലേസ് വരണം. 5, 2, 1, 3, 0. സോ 0.03125. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷനകത്തില്ല. സോ അത് വേണ്ട. ലാസ്റ്റത്തെ ഏതാണ്? 1/125. 1/125. 125നെ നമുക്ക് എന്ത് എഴുതാം? 25 ഇൻറ്റു 5 എന്ന് എഴുതാം. 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 4 100, 5 ഇൻറ്റു 2 10, 100 ഇൻറ്റു 1000 എന്ന് കിട്ടും. സോ 3 ഡെസിമൽ പ്ലേസ് വരും. സോ 8, 1, 2, 0.008 എന്ന് കിട്ടും. സോ അതെവിടെയാണ് വന്നിരിക്കുന്നത്? നോക്കിക്കഴിഞ്ഞാൽ 1/125. രണ്ടാമത്തേത് 10 വരും. സോ 210 എന്ന് കിട്ടും. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഇത്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. 3, 20, 55, 114, 203, 328. എപ്പോഴൊക്കെ നമുക്ക് ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നാലും ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 3നോട് കൂടി 17 കൂട്ടിയാൽ 20 കിട്ടും. 20നോട് കൂടി 35 കൂട്ടിയാൽ 55 കിട്ടും. 55നോട് കൂടി 59 കൂട്ടിയാൽ 114 കിട്ടും. 114നോട് കൂടി 89 കൂട്ടിയാൽ 203 കിട്ടും. 203നോട് കൂട്ടി 125 കൂട്ടിയാൽ 328 കിട്ടും. നമുക്ക് ഒരു ബന്ധവും കിട്ടുന്നില്ല. പക്ഷെ ഡിഫറൻസ് കാണുമ്പോൾ ഒരു ലെയറോടെ ഡിഫറൻസ് കണ്ടു നോക്കാം. ഒരു ലെയറോടെ ഡിഫറൻസ് കാണുവാണെങ്കിൽ 17നോട് കൂടി 18 കൂട്ടിയാൽ 35 കിട്ടും. 35നോട് കൂടി 24 കൂട്ടിയാൽ 59 കിട്ടും. 59നോട് കൂടി 30 കൂട്ടിയാൽ 89 കിട്ടും. 89നോട് കൂടി 36 കൂട്ടിയാൽ 125 കിട്ടും. അങ്ങനെയാണെങ്കിൽ 18, 24, 30, 36, 125നോട് കൂടി 42 കൂട്ടിയാൽ 125നോട് കൂടി 42 കൂട്ടിയാൽ 167 കിട്ടും. അതായത് 328നോട് കൂടി 167 കൂട്ടിയാൽ 495 കിട്ടും. അങ്ങനെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 495 ആയിരിക്കും. അതായത് ഒരു ലെയറിൽ മാത്രം ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് പകരം മറ്റൊരു ലെയറിലൂടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അടുത്തത് 5x plus 6y is to 8x is to 5y equal to 8 is to 9 ആണെങ്കിൽ x is to yയുടെ വില എന്താണ്? അപ്പൊ തന്നിരിക്കും നമുക്ക് ഈസ് ടുവിൽ തന്നാൽ, ഫോർ എക്സാമ്പിൾ a ഈസ് ടു ബി എന്ന് വന്നാൽ അതിനെ നമുക്ക് a by b എന്ന് എഴുതാം. അങ്ങനെയാണ് എങ്കിൽ 5x plus 6y is to 8x plus 5y വിനെ 5x plus 6y divided by 8x plus 5y equal to 8 by 9 എന്ന് എഴുതാം. ഒന്നും ചെയ്യല, സിംപ്ലി ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 9 into 5x plus 6y equal to 8 into 8x plus 5y. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 9 5 45x plus 9 6 54y equal to 8 64x plus 5 40y.
ഇനി എക്സിനെ വൈ അടുപ്പിച്ചാക്കിക്കേ. ഇപ്പൊ എക്സിന്റെ ടേംസിനെ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ എക്സിന്റെ ടേമിനെ അങ്ങോട്ടും വൈയുടെ ടേംസിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ 54y മൈനസ് 40y ഈക്വൽ ടു 64x മൈനസ് 45x എന്ന് കിട്ടും. 54 നിന്ന് 40 പോയാൽ 14y ഈക്വൽ ടു 64 45 പോയാൽ 19x. എക്സിന് വൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? 14 ഡിവൈഡഡ് ബൈ 19 14 ഡിവൈഡഡ് ബൈ 19 ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ വൈ എന്ന് കിട്ടും. 19 ഇങ്ങോട്ട് കൊണ്ടുവന്നു, വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് എക്സ് ബൈ വൈ ഈക്വൽ ടു 14 ബൈ 19 ആണെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 14 ഈസ് ടു 19 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 14 ഈസ് ടു 19 എന്ന് പറയുന്നത്. അടുത്തത് 0.897 ക്യൂബ് മൈനസ് 0.397 ക്യൂബ് divided by 0.897 into 0.397 plus 0.397 into 0.397 plus 0.897 into 0.897 ലഘൂകരിച്ചാൽ കിട്ടുന്നത്. വി നീഡ് ടു സിംപ്ലിഫൈ. ഇത് ക്യൂബ് കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തില്ല. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി എ ഈസ് ഈക്വൽ ടു 0.897 എന്നും ബി ഈക്വൽ ടു 0.397 എന്നും കൊടുത്താൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മുകളിലത്തെ 0.897 പകരം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 0.897 into 0.397 എ ഇൻറ്റു ബി പ്ലസ് 0.397 into 0.397 ബി ഇൻറ്റു ബി പ്ലസ് 0.897 into 0.897 എ ഇൻറ്റു എ എന്ന് എഴുതാം. ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. അല്ലെ എ ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് മാറ്റി എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബിയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബിയും വെട്ടിപ്പോയാൽ ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ? എ മൈനസ് ബി ഉള്ളൂ. സോ തന്നിരിക്കുന്ന ഈ വലിയ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എ മൈനസ് ബി എന്ന് എഴുതാം. എന്താണ് എയുടെ വാല്യൂ? 0.897. എന്താണ് ബിയുടെ വാല്യൂ? 0.397. സബ്സ്ട്രാക്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? 0 0. 0.8 നിന്ന് 0.3 പോയി കഴിഞ്ഞാൽ 0.5 കിട്ടും. സോ 0.5 ആണ് ആൻസർ. 0.5 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/2. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 1/2 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് 4 ക്വസ്റ്റ്യനും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിലെ ടോപ്പിക്കിന് ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.